ഇതിപ്പോ വളരെ ഒരു ഉപവാസ സമരമാണ്, മയത്തിലാണ്. നമ്മൾ സ്വയം സഹിച്ചുകൊണ്ടുള്ള സമരമാണ്. അടുത്ത സമരം അതായിരിക്കില്ല. എനിക്കൊരു വലിയ ആഗ്രഹമുള്ളത് ഞങ്ങളെ കൊണ്ട് പണി തടയിപ്പിക്കരുതെന്നാണ്. എനിക്കതാണ് അധികാരികളോട്, സ്റ്റേറ്റ് ഗവൺമെന്റിനോടും നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരോടും ഒരു റിക്വസ്റ്റാണ്. ഞങ്ങളെ കൊണ്ട് പണി തടയിക്കരുത്. പണി തടയുമെന്ന് പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തുമല്ല, പണി തടയിക്കരുത്. അതിനു മുമ്പ് ഈ വിഷയം തീർക്കണം. മനുഷ്യ പുറത്തിറങ്ങണ്ടേ? അത് ഇനിയിപ്പോ വൈകിക്കണ്ട, അങ്ങോട്ട് പോട്ടെ. ഇനി എല്ലാ സമരത്തിന്റെ നേരെ കണ്ണടച്ചു കൊടുത്താൽ മതി എന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ആ കണ്ണ് ഞങ്ങൾ തുറപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. ജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടി സമരം ചെയ്യേണ്ടി വന്നാൽ സമരം ചെയ്യുകയും ബാക്കി നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഇത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആളുകൾക്ക് വേണ്ടിയിട്ട്, ആളുകളുടെ ഒരു പ്രദേശത്ത് കൂടി റോഡ് പോകുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് അതുകൊണ്ടുള്ള ഗുണമില്ല, അതുകൊണ്ടുള്ള ദോഷമാണ് സംഭവിക്കുന്നതെങ്കിലോ പിന്നെ എന്തിനാ വികസന പ്രവർത്തനം? നമുക്ക് താഴെ നിന്ന് നോക്കാനോ, മോളിൽ കൂടി വണ്ടി പോകുന്നത് അതാണോ വികസന പ്രവർത്തനം? അതല്ല വികസന പ്രവർത്തനം. നമ്മുടെ പ്രദേശത്തു കൂടി ഒരു വികസനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണഫലം അവിടെ ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതത്തിലും ഉണ്ടാകണം, മാറ്റമുണ്ടാകണം. ഞാൻ എപ്പോഴും ആലോചിക്കും, പണിത സ്ഥലത്തുകൂടിയും പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോൾ എത്ര പേരുടെ ഉപജീവന മാർഗമാണ് തകർന്നത്, എത്ര പേരുടെ ബിസിനസ്സാണ് പൂട്ടിപ്പോയത്, എത്ര കടകളാണ് അടഞ്ഞു പോയത്, എത്ര പേരാണ് ജോലിക്കാരായിട്ട് ആ കടകളിലുണ്ടായിരുന്നത്, അവരുടെ എത്ര പേരുടെ തൊഴിലാണ് നഷ്ടപ്പെട്ടത്. ഒരുപാട് പേരുടെ ത്യാഗവും കാണാതെ പോരുത്. ആ ത്യാഗവും കഷ്ടപ്പാടും അവരുടെ പ്രയാസങ്ങളുടെ നടുവിലൂടെയാണ് ഈ റോഡ് നിർമ്മാണം നടത്തുന്നത്. കേരളത്തിന് ഇത് ആവശ്യമുണ്ട്. പണ്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ പോയതാണ്. അന്ന് ഇത് പറ്റൂല എന്ന് പറഞ്ഞാൽ കേരളം രണ്ടാക്കും എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് എടുക്കുന്നത്. പശുവിനെ ഇപ്പുറത്തുനിന്ന് അയച്ച് അപ്പുറത്തേക്ക് കെട്ടാൻ പറ്റൂല, അതുകൊണ്ട് എക്സ്പ്രസ് ഹൈവേക്കെതിരായി സമരം ചെയ്ത ആളുകൾ ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളിപ്പോ ഇതിന്റെ എല്ലാ ആളുകളും ഞങ്ങളാണെന്ന് പറയുന്നത്. ഇപ്പൊ ഗ്യാസ് പൈപ്പ് ലൈൻ മുഖ്യമന്ത്രി ഒരു ദിവസം നിയമസഭയിൽ പറഞ്ഞ് കണ്ടില്ലേ, ഞങ്ങൾ ഗ്യാസ് പൈപ്പ് ലൈൻ തീർന്നു ഞങ്ങൾ വന്നപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാൽ അത് ഭൂമിക്കടിയിലെ ബോംബാണ്, അതുകൊണ്ട് ഇത് നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആള് അങ്ങയുടെ മന്ത്രിസഭയിൽ തൊട്ടപ്പുറത്തിരിക്കുന്നു. മന്ത്രിസഭയിലുണ്ട്, പറഞ്ഞ ആളാണ്. എന്തെല്ലാം സീ പ്ലെയിൻ ബാബുച്ചനൊക്കെ ഉള്ള മന്ത്രിസഭയിലുള്ള സർക്കാരാണ്. സീ പ്ലെയിൻ എന്തായിരുന്നു ബഹളം. ഇപ്പൊ ഭയങ്കര ക്രെഡിറ്റ് പറയാണ്, ഞങ്ങൾ സീ പ്ലെയിൻ കൊണ്ടുവന്നു. 10 കൊല്ലം മുമ്പ് വരേണ്ട സാധനമാണ് സീ പ്ലെയിൻ, ഇല്ലേ? 10 കൊല്ലം മുമ്പ്